പൂർണ്ണമായും കൊടും കാടിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന ഒരു കാനന ക്ഷേത്രമാണ് പത്തനംതിട്ട ജില്ലയിലെ സീതത്തോട് തണ്ണിത്തോട് ഗ്രാമപഞ്ചായത്തുകൾക്ക് മധ്യത്തിലായി സ്ഥിതി ചെയ്യുന്ന ആലുവാങ്കുടി ശ്രീ മഹാദേവ ക്ഷേത്രം. ഫോറസ്റ്റ് റൂട്ടും ഓഫ് റോഡ് അഡ്വഞ്ചേഴ്സും പുരാതന ക്ഷേത്രവും കാനന ഭംഗിയും ജൈവ വൈവിധ്യങ്ങളും സമാധാനവും എല്ലാം ഇടകലർന്ന ഒരു ഭംഗിയുള്ള പ്രദേശമാണ് ആലുവാങ്കുടി. കൊടുങ്കാടും വന്യമൃഗങ്ങൾ വരുമോ എന്ന പേടിയും മോശം റോഡിൽ വണ്ടിക്ക് തകരാർ വരുമോ എന്ന ആശങ്കയും എല്ലാം താണ്ടി വേണം മഹാദേവന്റെ സന്നിധിയിലേക്ക് എത്താൻ. ഇവിടേക്കുള്ള യാത്ര ആരംഭിക്കുന്നത് പത്തനംതിട്ട ജില്ലയിലെ തന്നെ ഏറ്റവും മനോഹരമായ സ്ഥലങ്ങളിൽ ഒന്നായ കോന്നിയിൽ നിന്നുമാണ്. കോന്നിയിൽ നിന്നും തണ്ണിത്തോട്, തേക്കുംതോട്, കരിമാന്തോട് വഴി ഏകദേശം 25 കിലോമീറ്റർ ദൂരം സഞ്ചരിച്ച് വേണം ഇവിടേക്ക് എത്താൻ. കോന്നി ടൗണിൽ നിന്നും നേരെ കുമ്പഴ, കോന്നി, വെട്ടൂർ റോഡ് വഴി നേരെ കോന്നി പാലമൊക്കെ കയറി കോന്നി താഴം എത്തി അവിടെ നിന്നും വലത്തേക്ക് കോന്നി തണ്ണിത്തോട് റോഡിൽ കയറുക. ഈ പോകുന്ന റോഡിലെ കാഴ്ചകളൊക്കെ വളരെ ഭംഗിയുള്ളതാണ്. ഇടയ്ക്കിടയ്ക്ക് വരുന്ന വനഭൂമികളും ജനവാസ കേന്ദ്രങ്ങളും തേക്ക് കാടുകളും എല്ലാം താണ്ടി വേണം യാത്ര ചെയ്യാൻ. കാടിന്റെ ഭംഗിയൊക്കെ അത്യാവശ്യം സേഫായി തന്നെ ആസ്വദിച്ച് പോകാൻ കഴിയും ഈ യാത്രക്കിടെ. എന്നാൽ ചില സമയങ്ങളിൽ ഇവിടെ വന്യമൃഗങ്ങൾ റോഡിൽ ഇറങ്ങാറുണ്ട്. ആ കാര്യവും ശ്രദ്ധ വേണം. സ്ഥിരമായി വണ്ടികൾ പോകുന്ന റോഡായതുകൊണ്ട് തന്നെ ഫോറസ്റ്റ് റൂട്ട് ആണെങ്കിലും താരതമ്യേന സേഫ് ആണെന്ന് പറയും. ഈ റോഡ് വഴി നേരെ പോകുന്നത് തണ്ണിത്തോട് എന്ന ഗ്രാമത്തിലേക്കാണ്. തണ്ണിത്തോട് എന്ന ഗ്രാമം പത്തനംതിട്ട ജില്ലയിലെ തന്നെ ഒരു പ്രധാനപ്പെട്ട പ്ലാന്റേഷൻ ടൗൺഷിപ്പുകളിൽ ഒന്നാണ്. തണ്ണിത്തോട് ഫോറസ്റ്റ് റോഡിനുള്ളിലൂടെയുള്ള യാത്ര ഒരു പ്രത്യേക അനുഭവമാണ്. പ്രശസ്തമായ അടവി ഇക്കോ ടൂറിസവും കൊട്ടവഞ്ചി സഫാരിയും ഒക്കെ തണ്ണിത്തോടിലാണ് സ്ഥിതി ചെയ്യുന്നത്. പത്തനംതിട്ട ജില്ലയിലെ തന്നെ റാന്നി ഫോറസ്റ്റ് റിസർവിന്റെ കീഴിലെ പ്രദേശത്ത് നിന്നായി ഉത്ഭവിക്കുന്ന നദിയായ കല്ലാർ നദി ഈ പ്രദേശത്തു കൂടെയാണ് കടന്നു പോകുന്നത്. ഈ വനഭൂമിയുടെ ഒരു ജീവരേഖ എന്ന് വേണമെങ്കിലും കല്ലാർ നദിയെ വിശേഷിപ്പിക്കാവുന്നതാണ്. പമ്പാ നദിയുടെ ഒരു വറ്റാത്ത പോഷക നദി കൂടിയാണ് കല്ലാർ നദി. കൊടും വേനൽക്കാലത്ത് പോലും ഈ നദിയിൽ കുറച്ചെങ്കിലും വെള്ളം അവശേഷിക്കും എന്നാണ് അറിയാൻ സാധിച്ചത്. ആ പറഞ്ഞത് ശരിയാണ് എന്നും എനിക്ക് തോന്നിയിട്ടുണ്ട്. വേനൽക്കാലത്ത് കോന്നി, തണ്ണിത്തോട്, മണ്ണീറ ഒക്കെ യാത്ര ചെയ്ത സമയങ്ങളിൽ കല്ലാർ നദിയിൽ വെള്ളം അങ്ങിങ്ങായി ഒക്കെ ഞാനും കണ്ടിട്ടുണ്ട്. കല്ലാർ നദിയുടെ പേരിന് ഒരു അർത്ഥമുണ്ട്. ആ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഈ നദീതടത്തിൽ കൂടുതലും കല്ലുകൾ കൊണ്ട് നിറഞ്ഞതാണ്, പ്രത്യേകിച്ചും ഉരുളൻ കല്ലുകൾ. അവയൊക്കെ കാണാനും വളരെ ഭംഗിയുള്ളതാണ്. കല്ലാർ നദിയെപ്പറ്റി ഇത്രയധികം പറയാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ പോകുന്ന റോഡിൽ പാരലായി തന്നെയാണ് കല്ലാർ നദിയും ഒഴുകുന്നത്. ഈ റോഡിൽ കുറച്ചു ദൂരം മുൻപിലേക്ക് യാത്ര ചെയ്യുമ്പോൾ ഒരു ടി ജംഗ്ഷൻ കാണാം. അവിടെ നിന്നും വലത്തേക്ക് പോകുന്നതാണ് അടവി ഇക്കോ ടൂറിസം സെന്റർ, അല്ലെങ്കിൽ ആ റോഡിൽ ടി ജംഗ്ഷനിൽ നേരെ കാണുന്നിടത്തേക്ക് പോകുന്നതാണ് അടവി ഇക്കോ ടൂറിസം സെന്ററിലേക്കും മണ്ണീറ വെള്ളച്ചാട്ടത്തിലേക്കും ഒക്കെ പോകുന്ന വഴി. അവിടെ നിന്നും ഇടത്തേക്കുള്ള വഴിയിലേക്കാണ് നമുക്ക് പോകാനുള്ളത്. ഈ ടി ജംഗ്ഷനിലായി ഒരു വെയിറ്റിംഗ് ഷെഡും അടവി ഇക്കോ ടൂറിസത്തിന്റെ ഒരു സൈൻ ബോർഡും ഒക്കെ കാണാൻ സാധിക്കും. മുണ്ടോമൂഴി എന്നാണ് ഈ സ്ഥലത്തിന്റെ പേര്. നമുക്ക് പോകേണ്ടത് ആ ടി ജംഗ്ഷനിൽ നിന്നും ഇടത്തേക്ക് മുണ്ടോമൂഴി പാലത്തിലൂടെയാണ്. ഈ പാലവും പരിസര പ്രദേശങ്ങളും ഒക്കെ തന്നെ ഫോട്ടോഗ്രാഫേഴ്സിന്റെ ഒരു ഇഷ്ടപ്പെട്ട സ്പോട്ട് കൂടിയാണ്. ഇതിലെ പോകുമ്പോൾ എപ്പോഴാണെങ്കിലും ആരെങ്കിലും ഫോട്ടോ എടുക്കുന്നതോ അല്ലെങ്കിൽ വീഡിയോ എടുക്കുന്നതോ കാണാൻ സാധിക്കുന്നതാണ്. എന്തോ ഇത്തവണത്തെ യാത്രയിൽ അങ്ങനെ ആരെയും കാണാനിടയായില്ല. ഈ പാലം കല്ലാർ നദിക്ക് കുറുകെയാണ് നിർമ്മിച്ചിരിക്കുന്നത്. പാലം കടന്ന് നേരെ തണ്ണിത്തോട് റോഡ് വഴി പോകുമ്പോൾ റോഡിന് വലതുവശത്തായി തണ്ണിത്തോട് മോഡൽ ഫോറസ്റ്റ് സ്റ്റേഷനും കാണാൻ സാധിക്കും. ഫോറസ്റ്റ് സ്റ്റേഷന് കുറച്ച് പുറകിലായി തന്നെയാണ് കല്ലാർ നദി ഒഴുകുന്നത്. പിന്നീട് അങ്ങോട്ടുള്ള യാത്രയിലുടനീളം മനോഹരമായ കല്ലാർ നദി നമ്മൾ സഞ്ചരിക്കുന്ന റോഡിന് പാരലായി ഒഴുകുന്നത് കാണാൻ സാധിക്കുന്നതാണ്. റോഡിന് ഇരുവശങ്ങളിലായി തലയെടുപ്പോടെ നിൽക്കുന്ന നിരവധി തേക്ക് മരങ്ങളും മറ്റ് വൃക്ഷങ്ങളും കാണാൻ സാധിക്കും. വൻമരങ്ങൾക്കിടയിലായി നിരവധി കുറ്റിച്ചെടികളും ഈറമരങ്ങളും ഒക്കെ കാണാവുന്നതാണ്. ഈറ ആനയ്ക്ക് ഇഷ്ടപ്പെട്ട ഒരു ഭക്ഷണമാണ്. അതുകൊണ്ട് തന്നെ രാത്രി കാലങ്ങളിലും കാലാവസ്ഥ മോശമായിരിക്കുമ്പോഴും ഒക്കെ ഇതിലെ പോകുമ്പോൾ വളരെയധികം ശ്രദ്ധയോടെ വേണം. ഈറമരം ഉള്ളത് കൊണ്ട് മാത്രമല്ല, നദിക്ക് പാരലായുള്ള റോഡായതുകൊണ്ട് തന്നെ വന്യമൃഗങ്ങൾ എപ്പോൾ വേണമെങ്കിലും റോഡ് ക്രോസ് ചെയ്ത് വെള്ളം കുടിക്കാൻ ഇറങ്ങാനും ഒക്കെ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ കാലാവസ്ഥ മോശമായിരിക്കുമ്പോൾ വന്യമൃഗങ്ങളെ മാത്രമല്ല പേടിക്കേണ്ടത്, മരങ്ങളും അവയുടെ ചില്ലകളും ഒക്കെ റോഡിലേക്ക് പെട്ടെന്ന് ഒടിഞ്ഞു വീഴാനും മണ്ണിടിച്ചിൽ അല്ലെങ്കിൽ ചെറിയ ലാൻഡ് സ്ലൈഡിങ്ങും ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യത ഏറെയാണ്. ഈ പോകുന്ന വഴിയിലായി തന്നെ ഇടയ്ക്കൊക്കെ കല്ലാർ നദിയിലേക്ക് ഇറങ്ങാനുള്ള ചെറിയ ചെറിയ സ്പോട്ടുകളും കാണാൻ സാധിക്കുന്നതാണ്. ഈ യാത്രയിൽ ഞാൻ കല്ലാർ നദിയിൽ ഇറങ്ങാനോ മറ്റ് സ്പോട്ടുകളിലൊന്നും പോകാനോ ശ്രമിച്ചില്ല. എത്രയും വേഗം ആലുവാൻകുടി ക്ഷേത്രത്തിലേക്ക് എത്താനുള്ള ഒരു ധൃതിയിലായിരുന്നു. നമ്മൾ ഈ റോഡ് നേരെ എത്തുന്നത് തേക്കുതോട് ജംഗ്ഷനിലാണ്. അവിടെ നിന്നും ഇടത്തേക്ക് പോയാൽ ചിറ്റാറും തണ്ണിത്തോടും എത്താൻ സാധിക്കും. എന്നാൽ നമ്മൾക്ക് പോകേണ്ടത് നേരെ തണ്ണിത്തോട് മൂഴി പാലം കയറി കരിമാന്തോട് വഴി തൂമ്പാക്കുളത്തേക്കാണ്. ജംഗ്ഷനിൽ നിന്നും കുറച്ച് മുൻപിലേക്ക് പോകുമ്പോൾ തന്നെ തണ്ണിത്തോട് മൂഴി പാലം എന്നൊരു സൈൻ ബോർഡ് കാണാൻ സാധിക്കുന്നതാണ്. ആ വഴി നേരെ 2 സെക്ഷനായി തിരിച്ചിരിക്കുന്ന പാലം കയറി മുന്നിലേക്ക് പോകുമ്പോൾ അവിടെ നിന്നും ഒരു ടി ജംഗ്ഷനിൽ എത്തും. ആ ജംഗ്ഷനിൽ നിന്നും ഇടത്തേക്കാണ് നമുക്ക് പോകുന്നത്. ആ വഴി നേരെ പോകുന്നത് കരിമാന്തോട് തൂമ്പാക്കുളം റൂട്ടിലാണ്. ഈ പോകുന്ന വഴിയിലായി തന്നെയാണ് മനോഹരമായ പൂച്ചക്കുളം വെള്ളച്ചാട്ടത്തിലേക്ക് പോകാനുള്ള വഴിയും. പോകുന്ന റൂട്ടിൽ പലയിടത്തായി ആലുവാങ്കുടി ക്ഷേത്രത്തിലേക്ക് പോകാനുള്ള സൈൻ ബോർഡുകളും കാണാൻ സാധിക്കുന്നതാണ്. ആ സൈൻ ബോർഡ് കാണിക്കുന്ന ദിശയിലേക്ക് സഞ്ചരിച്ചു കഴിഞ്ഞാൽ കൃത്യമായി ക്ഷേത്രത്തിലേക്ക് എത്താൻ സാധിക്കുന്നതാണ്.
കരിമാന്തോട്ടിൽ നിന്ന് കുറച്ചു ദൂരം മാത്രമേ ഉള്ളൂ ടാറിട്ടതും കോൺക്രീറ്റ് ചെയ്തതുമായ റോഡുകളൊക്കെ. അതിനുശേഷം അങ്ങോട്ടെല്ലാം പൊട്ടിപ്പൊളിഞ്ഞതുമായ മണ്ണിട്ട റോഡുകളാണ്. ഈ റൂട്ടിൽ യാത്ര ചെയ്യാൻ കൂടുതൽ ആളുകളും ജീപ്പാണ് തിരഞ്ഞെടുക്കുന്നത്. ഫോർ വീലറുകളിൽ കൂടുതലും മഹീന്ദ്ര കമ്പനിയുടെ വാഹനങ്ങളാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. മഹീന്ദ്ര കമ്പനിയുടെ ഒരു ആധിപത്യം തന്നെയാണ് ഈ റൂട്ടിൽ കാണാൻ സാധിക്കുന്നത്. എന്നാൽ ഈ റൂട്ടിൽ നിരവധി ആളുകൾ ടൂ വീലറുകളിലും യാത്ര ചെയ്യുന്നുണ്ട്. മാരുതി 800ലും ആളുകൾ ഈ വഴി യാത്ര ചെയ്തത് എന്നെ കുറച്ചെങ്കിലും ആശ്ചര്യപ്പെടുത്തിയ ഒരു കാര്യമാണ്. മാരുതി 800നെ ഒട്ടും കുറച്ച് കാണുന്നതല്ല. ക്ഷേത്രത്തിൽ മുടങ്ങാതെ എത്തുന്ന പ്രദേശവാസികളെ ഒരുപാട് പേരെ നമുക്ക് ഈ പോകുന്ന വഴിയിലെല്ലാമായി കാണാൻ സാധിക്കുന്നത്. പലരും ഇരുചക്ര വാഹനങ്ങളിലും നടന്നുമൊക്കെയാണ് പോകുന്നത്. പ്രദേശവാസികളായ പലരും ഈ വഴിയിൽ സാധാരണ വാഹനങ്ങളിൽ യാത്ര ചെയ്യുന്നത് കാണുമ്പോൾ ഇവരൊക്കെ ഓഫ് റോഡിലെ പുലികളാണ് എന്നും തോന്നിപ്പോകും. ഈ പോകുന്ന വഴി വീഡിയോയിൽ കാണുമ്പോൾ നിരപ്പുള്ളതായി തോന്നുമെങ്കിലും നല്ല കയറ്റവും നിറയെ കുഴികളുള്ളതുമാണ്. ചരലും കല്ലും ഒക്കെ ഇളകിയ കുത്തുകയറ്റമുള്ള പ്രദേശങ്ങളായതുകൊണ്ട് തന്നെ ശ്രദ്ധ തെറ്റിയാൽ അപകട സാധ്യത ഏറെയാണ്. ആദ്യത്തെ കുറച്ചു ദൂരത്തെ കയറ്റങ്ങളും ഓഫ് റോഡ് യാത്രയും ഒക്കെ കഴിഞ്ഞാൽ കുറച്ചു ദൂരം നമ്മുടെ നാട്ടിൻപുറത്തെ റോഡുകൾ അല്ലെങ്കിൽ റബ്ബർ തോട്ടങ്ങൾക്കുള്ളിലുള്ള റോഡുകൾ പോലെയൊക്കെയാണ് എനിക്ക് അനുഭവപ്പെട്ടത്. റോഡിന്റെ കാര്യം മാത്രമാണ് അങ്ങനെ. റോഡിന് ചുറ്റുമുള്ളത് കൊടും കാട് തന്നെയാണ്. ഇടയ്ക്ക് വെച്ച് കാൽനടയായി ക്ഷേത്രത്തിലേക്ക് പോയി വരുന്ന ഒരുപാട് ആളുകളെയും കാണാൻ സാധിക്കുന്നതാണ്. അവരുടെയൊക്കെ ധൈര്യവും സമ്മതിച്ചു കൊടുക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. സ്ഥിരമായി പോകുന്നവരായിരിക്കണം. അവർക്കാകുമ്പോൾ ആ വഴിയിലെ അപകട സാധ്യതകളും വഴിയെപ്പറ്റിയും ഒക്കെ നല്ല തിട്ടമുണ്ടായിരിക്കും. ഈ ചുറ്റും കാണുന്ന വനഭൂമിയെല്ലാം റാന്നി ഫോറസ്റ്റ് ഡിവിഷന് കീഴിലുള്ള വടശ്ശേരിക്കര റേഞ്ചിൽപ്പെട്ട വനഭൂമിയാണ്. 1958 ജൂലൈ 7-നാണ് റാന്നി ഫോറസ്റ്റ് ഡിവിഷൻ സ്ഥാപിതമായത്. കോന്നി ഫോറസ്റ്റ് റിസർവിന്റെ ഭാഗമായ പ്രദേശങ്ങളും റാന്നി ഫോറസ്റ്റ് ഡിവിഷന് കീഴിലായാണ് വരുന്നത്. കേരളത്തിലെ തന്നെ ആദ്യത്തെ റിസർവ് ഫോറസ്റ്റ് ആണ് കോന്നി ഫോറസ്റ്റ് റിസർവ്. 1887 തിരുവിതാംകൂർ വന നിയമപ്രകാരം 1888 ഒക്ടോബർ 9-നാണ് കോന്നി റിസർവ് ഫോറസ്റ്റ് നിലവിൽ വരുന്നത്. നാട്ടിൻപുറങ്ങളിലെങ്ങും കണ്ടിട്ടില്ലാത്ത ഒട്ടനവധി സസ്യജന്തുജാലങ്ങളെയും മൃഗങ്ങളെയും പക്ഷികളെയും ഉരകങ്ങളെയും ഒക്കെ ഈ കാട്ടിലായി നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഈ യാത്ര കുറച്ചു ദൂരം സ്മൂത്തായി പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇടയ്ക്കിടയ്ക്കായി ഉരുളൻ കല്ലുകളും കുഴികളും മരത്തിന്റെ വേരുകളും ഒക്കെ നിറഞ്ഞ വഴികളിലേക്ക് എത്തുന്നത്. അത് കുറേയൊക്കെ ബൈക്കിൽ നല്ല ബാലൻസ് ഉണ്ടെങ്കിൽ കുഴപ്പമില്ലാതെ തന്നെ കാലൊന്നും കുത്താതെ തന്നെയും ഓടിച്ചു പോകാൻ സാധിക്കുന്നു. യാത്രക്കിടയിൽ എപ്പോഴും ചുറ്റുമുള്ള പ്രദേശത്തെപ്പറ്റി നല്ല ശ്രദ്ധയുണ്ടാവേണ്ടത് അത്യാവശ്യമാണ്. കാരണം വന്യമൃഗങ്ങളുടെ വിഹാര കേന്ദ്രം കൂടിയാണ് ഈ കാട്. വേനൽക്കാലമായാൽ മണ്ണിളകിയ റോഡിൽ സർവ്വം പൊടിമയമായിരിക്കും. ഭാഗ്യത്തിന് ഞങ്ങൾ പോയ സമയത്ത് ആ വിഷയമില്ലായിരുന്നു. ഇവിടെ വരുന്ന ഫോർ വീൽ വാഹനങ്ങളിൽ കൂടുതലും ഫോർ വീൽ ഡ്രൈവ് ഉള്ളവയാണ്. ഫോർ വീൽ ഡ്രൈവ് ഇല്ലെങ്കിൽ വലിയ ഉരുളൻ കല്ലുകൾ നിറഞ്ഞ റോഡുകളിലും കുത്തുകയറ്റങ്ങളിലും ഒക്കെ കയറാൻ വളരെ പ്രയാസമായിരിക്കും. എന്നാൽ നല്ല എക്സ്പീരിയൻസ് ആയിട്ടുള്ള പല ഡ്രൈവേഴ്സും സാധാരണ ഫോർ വീൽ വാഹനങ്ങളിലും കയറാറുണ്ട്. ഫോർ വീലർ ആയാലും ടൂ വീലർ ആയാലും അത്യാവശ്യം നല്ല ഗ്രൗണ്ട് ക്ലിയറൻസ് ഉള്ള വാഹനമായി വരുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ വാഹനത്തിന്റെ അടി തട്ടാനും ബ്രേക്ക് ഡൗൺ ആകാൻ വരെയും സാധ്യതയുണ്ട്. അതുപോലെ തന്നെ പ്രധാനമാണ് വാഹനത്തിന്റെ കണ്ടീഷൻ. വാഹനത്തിന്റെ കണ്ടീഷൻ മോശമാണെങ്കിൽ ഒരു കാരണവശാലും ഈ റൂട്ടിൽ ആ വാഹനം കൊണ്ട് യാത്ര ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. കാരണം പോകുന്ന വഴിയിൽ പലയിടത്തുമായി എക്സ്ട്രീമായ ഓഫ് റോഡ് കണ്ടീഷൻ ആയതുകൊണ്ട് തന്നെ വാഹനം പണിമുടക്കിയാൽ വനത്തിന്റെ മധ്യയിൽ പെട്ടുപോവുകയുള്ളൂ. അതുപോലെ തന്നെ വാഹനത്തിന്റെ ടയറിന്റെ കാര്യത്തിലും പ്രത്യേക ശ്രദ്ധ വേണം. മോശം ടയറോ ട്യൂബോ ഉള്ള വാഹനമാണെങ്കിൽ എപ്പോ പൊട്ടി എന്ന് ചോദിച്ചാൽ മതി. അത്രയ്ക്കും മോശമായിട്ടുള്ള റോഡുകളാണ് പലയിടത്തും. ഈ കഷ്ടപ്പാടുകളൊക്കെ താണ്ടി നമ്മൾ എത്തുന്നത് ആലുവാങ്കുടി ശ്രീ മഹാദേവരുടെ സന്നിധിയിലേക്കാണ്. ഇത്രയും ദൂരം കാടിനുള്ളിൽ മോശം റോഡുകളിലൂടെയായി യാത്ര ചെയ്ത് എത്തുമ്പോൾ ക്ഷേത്ര നിർമ്മിതികൾ ദൂരെ നിന്ന് കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷം വളരെ വലുതാണ്. ക്ഷേത്രം കൊടും കാടിനാൽ ചുറ്റപ്പെട്ട് കിടക്കുന്നതാണ്. കൊടും കാടിന്റെ നടുക്കിൽ ഒരു പച്ച കാർപ്പറ്റ് വിരിച്ച ഒരു ഗ്രൗണ്ട് പോലെയാണ് ക്ഷേത്രം ഇരിക്കുന്ന ഗ്രൗണ്ട്. ഫോറസ്റ്റ് റൂട്ടും അഡ്വഞ്ചേഴ്സും പുരാതന ക്ഷേത്രവും പ്രകൃതി ഭംഗിയും ഒക്കെ ഇടകലർന്ന ഒരു മനോഹരമായ സ്പോട്ടാണ് ഈ ആലുവാങ്കുടി. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഈ ക്ഷേത്രത്തിന് ഏകദേശം 2000-ഓളം വർഷം പഴക്കമുണ്ടെന്നാണ് കേൾക്കാനിടയായത്. എല്ലാ മലയാള മാസവും 1-ാം തീയതിയും ശിവരാത്രി നാളുകളിലും മാത്രമാണ് ക്ഷേത്രത്തിലേക്ക് ഭക്തർക്കും സഞ്ചാരികൾക്കും വരാൻ സാധിക്കുന്നത് എന്നാണ് അറിഞ്ഞത്. ഒരുപാട് ഐതിഹ്യങ്ങളും ഗോത്രാചാരങ്ങളും ഒക്കെ നിറഞ്ഞതാണ് ആലുവാങ്കുടി ക്ഷേത്രം.
മധ്യ തിരുവിതാംകൂറിലെ പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിൽ ഒന്നായിരുന്നു ആലുവാങ്കുടി ശ്രീ മഹാദേവ ക്ഷേത്രം. ക്ഷേത്രം ഇടക്കാലത്ത് ഉപേക്ഷിക്കപ്പെട്ട നിലയിലായിരുന്നു. കുറച്ചു കാലം മുൻപ് വരെ ഈ ക്ഷേത്രം ഇടിഞ്ഞുപൊളിഞ്ഞ നിലയിലായിരുന്നു എന്നും പറയപ്പെടുന്നു. പണ്ടിവിടെ ജനവാസമുണ്ടായിരുന്ന പ്രദേശമാണെന്നും അറിയാൻ സാധിച്ചു. പൂജകൾ മുടങ്ങി അന്യം നിന്ന് പോയിരുന്ന ക്ഷേത്രത്തെ പിൽക്കാലത്ത് വേട്ടയ്ക്ക് പോയവരാണ് കണ്ടെത്തിയത് എന്നാണ് അറിയാൻ സാധിച്ചത്. ആനകളും മറ്റ് വന്യമൃഗങ്ങളും സ്വൈരവിഹാരം നടത്തുന്ന ഇവിടെ വിളക്ക് കൊളുത്താനും പൂജ വയ്ക്കാനും ഒക്കെയായി പരിസരവാസികൾ വരാൻ തുടങ്ങി. അങ്ങനെ നാട്ടുകാരുടെ ശ്രമഫലമായി പുനരുദ്ധാരണവും നടന്നു. ഇപ്പോൾ മനോഹരമായ ഒരു കൊച്ചു ക്ഷേത്രമാണിവിടെ. ലോക നന്മയ്ക്കായി കാളകൂട വിഷം പാനം ചെയ്ത പരമശിവനെ ഈ പ്രദേശത്ത് വെച്ച് പരശുരാമൻ പ്രത്യക്ഷപ്പെടുത്തി അനുഗ്രഹം വാങ്ങിയ ശേഷം പ്രതിഷ്ഠ നടത്തിയ പുരാതന ക്ഷേത്രമാണ് ആലുവാങ്കുടി മഹാദേവ ക്ഷേത്രം എന്നാണ് ഐതിഹ്യം. ആലുവാങ്കുടി എന്ന പേരിന് പിന്നിലെ അർത്ഥം ഇങ്ങനെയാണ്: ആലം പാനം ചെയ്തവൻ കുടിയിരിക്കുന്ന സ്ഥലം എന്നാണ്. വനത്തിന് മധ്യത്തിലുള്ള ക്ഷേത്രമായതിനാൽ വിശേഷ ദിവസങ്ങളിൽ മാത്രമാണ് ഇവിടെ പൂജ നടക്കാറുള്ളത്. വിശേഷ ദിവസങ്ങളിൽ ദൂരദേശത്ത് നിന്ന് പോലും ഇവിടെ ഭക്തരെത്താറുണ്ട്. നൂറ്റാണ്ടുകൾ പഴക്കമുണ്ടെന്ന് വിശ്വസിക്കുന്ന ആലുവാങ്കുടി ക്ഷേത്രം മലനിരകളും താഴ്വരകളും പുൽമേടുകളും മൊട്ടക്കുന്നുകളും കാട്ടുചോലകളും വെള്ളച്ചാട്ടങ്ങളും ജൈവവൈവിധ്യങ്ങളും ഒക്കെ കൊണ്ട് സമ്പന്നമായ ഒരു പ്രദേശമാണ്. ക്ഷേത്രമിരിക്കുന്ന പ്രദേശം മുഴുവനായി പച്ച കാർപ്പറ്റ് വിരിച്ച പോലെ പുല്ലുകൾ നിറഞ്ഞ അതിമനോഹരമായ ഒരു സ്ഥലമാണ്. വനത്തിന് നടുവിലായി ഉയർന്ന പ്രദേശത്തായി സ്ഥിതി ചെയ്യുന്ന ഈ കുളം കടുത്ത വേനലിൽ പോലും വറ്റാറില്ല എന്നാണ് അറിയാൻ സാധിച്ചത്. ഈ വിശാലമായ ക്ഷേത്രക്കുളം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വന്യമൃഗങ്ങളുടെ ഒരു ദാഹശമനി കൂടിയാണ്. വിശാലമായ ഈ ക്ഷേത്രക്കുളം പുരാതനമായ വലിയൊരു ക്ഷേത്രത്തിന്റെ ഒരു സൂചനയാണ് കാണിക്കുന്നത്. വന്യമൃഗങ്ങൾ വന്നുപോയതിന്റെ അടയാളങ്ങൾ ക്ഷേത്ര പരിസരത്തായി എല്ലാം കാണാൻ സാധിക്കുന്നതാണ്. സമീപ പ്രദേശങ്ങളിലായി ആലുവാങ്കുടിയുമായി ബന്ധപ്പെട്ട് ഒട്ടനവധി ഉപക്ഷേത്രങ്ങളുമുണ്ട്. ഇരട്ടക്കല്ലാർ പദ്ധതി പ്രദേശമായ രണ്ടാറ്റുമൂഴി, കോട്ടപ്പാറമല, നാനാട്ടുമേല്, അണ്ണൻ തമ്പി മേട്, തേരിറങ്ങിയ പാറ എന്നിങ്ങനെ ദൃശ്യചാരുതയുള്ള ഒരുപാട് സ്ഥലങ്ങൾ ഇവിടെയുണ്ട്. ക്ഷേത്രത്തിൽ നിന്നും ഏറെ അകലെയല്ലാതെയാണ് ഈ പറഞ്ഞ പ്രദേശങ്ങളെല്ലാം സ്ഥിതി ചെയ്യുന്നത്. രണ്ടാറ്റുമൂഴിക്ക് സമീപത്തായുള്ള മേടുകളിൽ നിന്നാണ് കല്ലാറിന്റെ ഉത്ഭവം എന്നാണ് അറിഞ്ഞത്. മഴ നന്നായി ലഭിക്കുന്ന പ്രദേശമായതുകൊണ്ട് തന്നെ ഇവിടങ്ങളിലായി നിരവധി അരുവികളും വെള്ളച്ചാട്ടങ്ങളും ചോലകളും ഒക്കെയുണ്ട്. പലതും കാടിനുള്ളിലായതുകൊണ്ട് തന്നെ അവിടേക്ക് സാധാരണക്കാർക്ക് പ്രവേശനം റെസ്ട്രിക്റ്റഡ് ആണ്. ആലുവാങ്കുടി ക്ഷേത്രത്തിൽ നിന്നും ഗുരുനാഥ മണ്ണ് സീതത്തോട് വഴി ഗവിയിലേക്കും പോകാൻ സാധിക്കുന്നതാണ്. അടവി എക്കോ ടൂറിസം കേന്ദ്രത്തിൽ നിന്നും ഏകദേശം 14 കിലോമീറ്റർ മാത്രമാണ് ഇവിടേക്ക് എത്താൻ. ക്ഷേത്രത്തിലെത്തുന്നവർ പലരും ക്ഷേത്രത്തിന്റെ ഗ്രൗണ്ടിൽ നിന്ന് തന്നെ ആഹാരം പാചകം ചെയ്ത് കഴിക്കുന്നതും ഒക്കെ കാണാം. പലരും ദൂരദേശങ്ങളിൽ നിന്നുമൊക്കെയായി വരുന്നവരാണ്. ക്ഷേത്രത്തിന് ചുറ്റുമുള്ള വനം സത്യത്തിൽ ജൈവ വൈവിധ്യങ്ങളുടെ ഒരു കലവറയാണ്. നാട്ടിൽ കണ്ടിട്ടില്ലാത്ത ഒട്ടനവധി സസ്യജന്തുജാലങ്ങളെയും ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. പലതും കാണുമ്പോൾ നമുക്ക് കൗതുകം തോന്നിക്കുന്നതാണ്. ഞങ്ങൾ എത്തിയ ദിവസം തെളിഞ്ഞ നീലാകാശമായതുകൊണ്ട് തന്നെ നീലാകാശവും പച്ച വിരിച്ച കാനന ഭൂമിയും കുളവും എല്ലാം കണ്ട് ആസ്വദിക്കാൻ സാധിക്കും. ക്ഷേത്രത്തിലേക്ക് പോയപ്പോൾ ഒരു അപകടവും കൂടാതെ ക്ഷേത്രത്തിൽ സമയത്ത് എത്തണം എന്നൊരു ചിന്ത മാത്രമേ ഉള്ളായിരുന്നു. അതുകൊണ്ട് തന്നെ കാടിന്റെ ഭംഗിയൊന്നും പൂർണ്ണമായി ആസ്വദിക്കാൻ അങ്ങോട്ടുള്ള യാത്രയിൽ സാധിച്ചില്ല. പക്ഷെ തിരിച്ചിറങ്ങിയപ്പോൾ അങ്ങനെയല്ലായിരുന്നു. മെല്ലെ യാത്രയൊക്കെ ആസ്വദിച്ച് കാഴ്ചകളൊക്കെ കണ്ടാണ് പോയത്. 2012 ജൂലൈ 1 യുനെസ്കോ ലോക പൈതൃക സ്ഥലമായി അല്ലെങ്കിൽ ഹെറിറ്റേജ് സൈറ്റായി നിയുക്തമാക്കിയ പശ്ചിമഘട്ടത്തിന്റെ ഭാഗമാണ് കോന്നി ഫോറസ്റ്റ് ഡിവിഷൻ. പശ്ചിമഘട്ടം നിരവധി തദ്ദേശീയമായ സസ്യജന്തുജാലങ്ങളുടെ ഒരു കലവറ കൂടിയാണ്. കൊല്ലം ജില്ലയിലെ കരുനാഗപ്പള്ളി, പത്തനാപുരം താലൂക്കുകളും പത്തനംതിട്ട ജില്ലയിലെ കോഴഞ്ചേരി, അടൂർ താലൂക്കുകളിലെ ചില ഭാഗങ്ങളും പശ്ചിമഘട്ടത്തിന്റെ പടിഞ്ഞാറൻ ചരിവിലാണ് കോന്നി റിസർവ് ഫോറസ്റ്റ് സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ മഴ ലഭിക്കുന്ന ഒരു പ്രദേശം കൂടിയാണിത്. ഈ കാരണം കൊണ്ട് തന്നെ ഒരുപാട് കാട്ടുചോലകളും അരുവികളും വെള്ളച്ചാട്ടങ്ങളും ഒക്കെ ഇവിടെ കാണാൻ സാധിക്കുന്നു. ഇവിടെയായി ഉഷ്ണമേഖല നിത്യഹരിത വനങ്ങളും അർദ്ധ നിത്യഹരിത വനങ്ങളും ഇലകൊഴിയും വനങ്ങളും പുൽമേടുകളും എല്ലാം കാണാൻ സാധിക്കുന്നു.
ഓഫ് റോഡും അഡ്വഞ്ചേഴ്സും ഒക്കെ ഇഷ്ടപ്പെടുന്നവർ തീർച്ചയായും ഒരു വട്ടമെങ്കിലും പോയിരിക്കേണ്ട ഒരു സ്ഥലം കൂടിയാണ്.